പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് നാളെ ആരംഭിക്കും. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റ റേയും കമർലംഗോ കർദിനാൾ കെവിൻ ഫാരലും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും. നാളെ ഒരു വോട്ടെടുപ്പ് നടക്കും. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവും ഇത്തവണത്തേതാണ്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് 21-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുന്ന മൂന്നാമത്തെ കോൺക്ലേവിനാണ് നാളെ മുതൽ വത്തിക്കാനിൽ തുടക്കമാകുന്നത്. പോപ്പിന്റെ പിൻഗാമിയെ പ്രവചിക്കുക അസാധ്യമാണെങ്കിലും സാധ്യതാ പട്ടികയിലുള്ളവരുടെ പേരുകൾ മാധ്യമങ്ങളും വത്തിക്കാൻ നിരീക്ഷകരും വാതുവെപ്പുകാരും പങ്കുവയ്ക്കുന്നുണ്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കുമാണ് കൂടുതൽ സാധ്യത. യൂറോപ്പിൽ നിന്ന് 5ഉം ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും 1 വീതം കർദിനാൾമാരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ്. 2ാം സ്ഥാനത്ത് ഏഷ്യൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന കർദിനാൾ അന്റോണിയോ ടഗ്ലെ. തൊട്ടുപിന്നിൽ ഇറ്റലിയിൽ നിന്നുള്ള മറ്റിയോ സുപ്പിയും പിയർ ബാറ്റിസ്റ്റ പിസബെല്ലയും, ഹംഗറിയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ എർദോയും, ഘാനയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ ടർക്സണും, ഫ്രാൻസിൽ നിന്നുള്ള കർദിനാൾ ഷീൻ മാർക്ക് അവേലിനും സാധ്യതാ പട്ടികയിലെ പിൻനിരക്കാരനാണ്. തെരഞ്ഞെടുപ്പ് പ്രവചനം അസാധ്യമാക്കും വിധം കോൺക്ലേവിന്റെ ഘടന അതിസങ്കീർണമാണ്. കംബോഡിയ, മംഗോളിയ തുടങ്ങിയ ചെറുരാജ്യങ്ങൾക്ക് പോലും ഇത്തവണ കോൺക്ലേവിൽ പ്രാതിനിധ്യമുണ്ട്. പോപ്പാവാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടവരിൽ ഈ നൂറ്റാണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരാൾ മാത്രമാണ്, ജോസഫ് രാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16 മാത്രം. കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരിൽ 133 പേർ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാർക്കാണ് വോട്ടവകാശം. 2 പേരാണ് മലയാളികൾ. 2ാം ദിനം മുതൽ പ്രതിദിനം 2 വോട്ടെടുപ്പ് വീതം നടക്കും. 3ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നതിനുള്ള കാത്തിരിപ്പിലാവും നാളെ മുതൽ ലോകം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.